രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് MLA പദവി രാജിവെച്ചേക്കുമെന്ന ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടയിലാണ് രാഹുൽ പ്രതിരോധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ പ്രതികരണങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് രാഹുൽ നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്. CK അഭിലാലുണ്ട് അവിടെ. രാഹുൽ ഇപ്പം മാധ്യമ സമ്മേളനം സ്വാഭാവികമായ ചോദ്യമാണ്. രാഹുൽ എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ സ്വാഭാവികമായ ചോദ്യമാണ് ഈ സാഹചര്യത്തിൽ. പ്രത്യേകിച്ച് ഈ വിവാദം കത്തി നിൽക്കുന്നതിനിടയിൽ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചതല്ലേ ഉള്ളൂ എന്നത് മാത്രമാണ് രാഹുലിന്റെ പ്രതികരണം. അടൂരിന്റെ വീട്ടിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാദങ്ങൾക്ക് പിന്നാലെ രാഹുൽ ഉണ്ടായിരുന്നത്. രാഹുൽ MLA ബോർഡ് വെച്ച വാഹനത്തിൽ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. രാഹുൽ MLA പദവി രാജിവെക്കുന്നതാണ് ഉചിതം എന്നതാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം. അത് പരസ്യമായും പാർട്ടി നേതൃത്വത്തിലല്ലാതെയും ഒക്കെ നേതാക്കൾ പങ്കുവച്ചിരുന്നു. അതിന് പിന്നാലെയാണ് രാഹുലിന്റെ ഭാഗത്ത് ഒരു പ്രതിരോധം എന്ന നിലയിൽ അവന്തികയുമായുള്ള ചാറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്, ഓഡിയോ റെക്കോർഡിംഗ്സ് പുറത്തുവിട്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ പുറത്തേക്ക് പോകുന്നത്. അവന്തിക നല്ല സുഹൃത്തായിരുന്നു. അവന്തികയുമായി ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അവന്തികയോട് മോശമായി പെരുമാറിയിട്ടില്ല. അത് വ്യക്തമാക്കുന്നുണ്ട് അവരുമായി താൻ നടത്തിയ സംഭാഷണം. അക്കാര്യം വിശദീകരിച്ചുകൊണ്ടായിരുന്നു നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയത്. മറ്റ് ആരോപണങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വിശദീകരിക്കാം. നിയമപരമായ വഴിയിലും തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിക്കും എന്നത് വിശദീകരിച്ചുകൊണ്ടാണ് രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടൂര വീട്ടിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകുന്നത്. MLA പദവിയിൽ നിന്ന് രാജിവെച്ചേക്കും എന്ന വാർത്തകൾക്കിടയിലാണ് പ്രതിരോധവുമായി രാഹുൽ രംഗത്ത് വരുന്നത്. രാഹുൽ ഇപ്പോൾ അടൂരിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഏതെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെ കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? കൂടുതൽ ആശയവിനിമയങ്ങൾ ഏത് തരത്തിലായിരിക്കും നടക്കുക? രാജിക്കാര്യത്തിൽ നിന്ന് തീരുമാനമുണ്ടാകുമോ? നിയമപരമായ ഏതെങ്കിലും നീക്കം രാഹുലിന് എതിരെയോ രാഹുലിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമോ തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഇനി വളരെ പ്രസക്തമാണ്. CK അഭിലാൽ നമുക്കൊപ്പമുണ്ട്. അഭിലാൽ, രാഹുൽ എവിടേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ഒപ്പമുണ്ടായിരുന്ന നേതാക്കളോ ഒപ്പമുണ്ടായിരുന്ന അനുയായികളോ മറ്റാരെങ്കിലും നൽകുന്നുണ്ടോ? രാഹുൽ നൽകുന്നുണ്ടോ? രാഹുൽ MLAക്കൊപ്പം ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ രണ്ടുപേർ, ഒന്ന് ഫെനി നൈനാനും മറ്റൊന്ന് റിനോ പി രാജനുമാണ്. ഫെനി നൈനാനാണ് ഡ്രൈവിംഗ് സീറ്റിലുള്ളത്. ഇടതുവശത്ത് മുൻ സീറ്റിൽ കോ ഡ്രൈവറായി MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട്. പിൻ സീറ്റിലാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തായിട്ടുള്ള യൂത്ത് കോൺഗ്രസ് നേതാവ് റിനോ പി രാജനുള്ളത്. എവിടേക്കാണ് പോകുന്നത് എന്ന് വാഹനം തയ്യാറാക്കി നിർത്തിയ വേളയിൽ തന്നെ ഫെനിയോട് ചോദിച്ചിരുന്നു. പക്ഷേ എവിടേക്കാണ് പോകുന്നത് എന്നുള്ള വിവരം MLA അറിയിച്ചിട്ടില്ല. അതേസമയം തന്നെ പോകാൻ ഒരു യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പ് നടത്തിക്കോളൂ എന്നുള്ള നിർദ്ദേശം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് വാഹനം തയ്യാറാക്കി നിർത്തിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടം പുറത്തേക്ക് വരും എന്നതിൻ്റെ സൂചനകൾ ലഭ്യമാക്കിയിരുന്നു. അത് പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ വാഹനം അടൂർ നെല്ലിമുകളിൽ നിന്നും ഇടത്തേക്ക് അടൂർ റൂട്ടിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതായത് 4 ദിവസത്തെ വീട്ടിൽ ബെഡ്റൂമിൽ അല്ലെങ്കിൽ വീടിനുള്ളിലെ താമസത്തിന് ശേഷം, പരിപൂർണമായ താമസത്തിന് ശേഷം ശബ്ദരേഖയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമാകുന്നു എന്നതിൻ്റെ സൂചനയാണ് പകൽ സമയത്ത് MLA ബോർഡ് മുന്നിൽ സ്ഥാപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. അതായത് രാഷ്ട്രീയ രംഗത്തേക്ക് സജീവമാകാൻ ശ്രമിക്കുന്നു. ആക്ഷേപങ്ങളെയും പ്രതിഷേധങ്ങളെയും മുഖവിലേക്കെടുക്കുന്നില്ല. ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങളിൽ ചിലതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് സ്ഥാപിക്കാൻ പുറത്തുവിട്ട ഓഡിയോ സന്ദേശത്തിലൂടെ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിന്റെ പ്രകടനമായി കൂടി ഈ യാത്രയെ നമുക്ക് കാണേണ്ടി വരും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ 4 ദിവസങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയിരിക്കുന്നു. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. രാഹുൽ ഒരു ഓഡിയോ സന്ദേശത്തിന്റെ രൂപത്തിൽ ഒരു ചാറ്റിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് തനിക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ ഇപ്പോൾ പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നത്. അതേസമയം തന്നെ മറ്റ് ആരോപണങ്ങളിൽ, സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെടുന്ന ആരോപണങ്ങളിൽ പുറത്തുവന്ന ഓഡിയോ സംഭാഷണം, രാഹുലും ഒരു യുവതിയുമായുള്ള സംഭാഷണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തത ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. അതേസമയം അവന്തിക ഉന്നയിച്ച ആരോപണത്തിൽ ഇപ്പോൾ ഒരു പ്രതിരോധം തീർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞിരിക്കുന്നു. അതേസമയം രാജി ആവശ്യം കോൺഗ്രസിൽ നിന്ന് ഉയർന്ന പശ്ചാത്തലത്തിൽ ഇനി രാഹുലിന്റെ നീക്കം എന്താണ് എന്നത് വളരെ പ്രധാനമാണ്. വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഭരണ പ്രതിപക്ഷ നിരയിൽ നിന്ന്
രാഹുലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാഹുൽ മാധ്യമങ്ങളെ കണ്ടത്, അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയത്.